ഇപ്പോൾ ഒരു NRIയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് TDSന്റെ കാര്യങ്ങളിൽ? NRI ആണ് സെല്ലർ എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുന്ന ആള് ഭയങ്കരമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വാങ്ങിക്കുന്ന ആൾക്ക് പണി കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സെക്ഷൻ 195 പ്രകാരം നമ്മൾ ഒരു പൈസ, അതിപ്പോൾ പ്രോപ്പർട്ടി ആണെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു വാടക പോലും കൊടുക്കുകയാണെന്ന് വിചാരിക്കും. നമ്മൾ എന്ത് പൈസ NRIക്ക് കൊടുക്കുന്നോ അപ്പോഴൊക്കെ TDS പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന്, ഇപ്പോൾ ഒരു NRIയുടെ കയ്യിൽ നിന്ന് നമ്മളൊരു 40 ലക്ഷം രൂപയ്ക്ക് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ 40 ലക്ഷം രൂപ NRIക്ക് കൊടുക്കണം. അപ്പോൾ ആ സിറ്റുവേഷനിൽ അതിൻ്റെ TDS റേറ്റ് വരുന്നതുണ്ടല്ലോ, 12% TDSും പ്ലസ് നമ്മുടെ സെസ് അടക്കം ഏകദേശം 13% അടുത്ത്. അപ്പോൾ 13% അടുത്ത് TDS പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പൈസ ഇദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതായത് ഏകദേശം ഒരു 4-4.5 ലക്ഷം രൂപയുടെ അടുത്ത് എന്ത് വരും, TDS പിടിച്ച്, അല്ലെങ്കിൽ 5 ലക്ഷം രൂപയുടെ അടുത്ത് TDS പിടിച്ച്. അപ്പോൾ ഈ 40 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമൊക്കെ പിടിച്ചിട്ട് ബാക്കിയുള്ള 35 ലക്ഷം രൂപ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ഇപ്പോഴും ബയ്യർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.